മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പിനിടെ സംഘർഷം. LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDFനെ പിന്തുണയ്ക്കുമെന്നാണ് വിവരം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് സംഘർഷം. ഇരുപക്ഷവും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ശിവദാസ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശിവദാസ്, ഇപ്പോഴും സംഘർഷം അവിടെ ഉണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, മലപ്പുറം നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിലാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. LDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. PV അൻവർ LDFിൽ നിന്നും വിട്ടുപോയതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ഇന്ന് 11 മണിക്കായിരുന്നു അവിശ്വാസം കൊണ്ടുവന്നതിൽ ചർച്ച ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് LDF പ്രവർത്തകരും അതോടൊപ്പം തന്നെ UDFിന്റെ പ്രവർത്തകരും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഉന്തും തള്ളും അടക്കമുള്ള ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് അടക്കം ഇടപെട്ട് ഈ സംഘർഷം നിയന്ത്രിക്കുകയായിരുന്നു. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പോലീസ് അംഗങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നിയന്ത്രണാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഏത് സമയത്തും ഒരു സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്ത് ഭരിക്കുന്നത് UDFും 4 പഞ്ചായത്ത് ഭരിക്കുന്നത് LDFുമാണ്. അതായത് നിലവിൽ സമാസമമാണ് ഓരോ പഞ്ചായത്തുകളുടെ നില. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്ത് ഒരുപക്ഷെ UDFിന് വിജയിക്കാൻ ഈ അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിലെ വൈസ് പ്രസിഡന്റ് നുസൈബ കൂറുമാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ആകെ 20 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ 10 പേര് LDFിനും 10 പേര് UDFിനും ആണ് ഉള്ളത്. പക്ഷേ UDF ആണ് ഇവിടെ ഭരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് അന്ന് UDF ഈ പഞ്ചായത്ത് ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ PV അൻവർ ഈ LDFിൽ നിന്ന് പുറത്തു വന്നതോടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലെ പശ്ചാത്തലത്തിലാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു അംഗം കൂറുമാറിയാൽ തീർച്ചയായും ഭരണം വീണ്ടും UDFിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇത് അവിശ്വാസ പ്രമേയം വളരെ നിർണായകം തന്നെയാണ്. ഈ കൂറുമാറാനുള്ള സാധ്യത ഈ നുസൈബ വൈസ് പ്രസിഡന്റാണ്. അവർ കൂറുമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ PV അൻവർ ആണെന്നാണ് CPM ആരോപിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കൂടുതൽ വ്യക്തത നമുക്ക് വരും. ദേവിക.